പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വാക്കുകൾ ശക്തിയുള്ളവയാണ്. അത് സ്പിരിച്വൽ ഫോഴ്സസാണ്. അതതിൻ്റെ ഫലത്തെ കൊണ്ടുവരുന്ന സ്പിരിച്വൽ ഫോഴ്സസാണ്. നാം ചിലപ്പോൾ അനുഗ്രഹിക്കും നമ്മെ തന്നെ. നാം ചിലപ്പോൾ നമ്മെ തന്നെ കേഴ്സ് ചെയ്യും. എങ്ങനെ? നമ്മുടെ തന്നെ വാക്കുകൾ കൊണ്ട്. യെരമ്യാവിൻ്റെ പുസ്തകം 29 അധ്യായം അതിൻ്റെ 11 വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം തൻ്റെ ആ നല്ല പ്ലാനുണ്ടല്ലോ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ളത് പ്രൊക്ലെയിം ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവനൊരു കാര്യം നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് പെർഫോം ചെയ്യും. അവനത് നമുക്ക് വേണ്ടി ചെയ്തു തരും. നാം എന്ത് ചെയ്യണം? നാം അത് വിശ്വസിക്കണം. ദൈവം എന്നിട്ട് നമ്മെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നാം ഏറ്റു പറയണം. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ നല്ല ഭാവി, ശുഭഭാവി നിങ്ങളുടെ ഹൃദയത്തിനടുത്ത, നിങ്ങളുടെ വായുടെ അടുത്ത. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കാൻ പറ്റുമോ? ഈ യെരമ്യാവ് 29:11 നമ്മൾ പല ട്രാൻസ്ലേഷൻസ് നോക്കുമ്പോൾ അതിനകത്ത് ബ്ലെസ് യു, ഗീവ് യു ഹോപ്പ്, സക്സസ്, പ്രോസ്പെറിറ്റി, പ്ലാൻസ് ടു ടേക്ക് കെയർ ഓഫ് യു എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണും. റിയലി സർപ്രൈസിങ് അല്ലേ? ദൈവം എല്ലാ നല്ല നന്മകളും തരുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ദൈവമാണ്. അവൻ നമ്മെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവന് നമ്മെ നല്ലവണ്ണം അറിയാം, ഇൻസൈഡ് ആൻഡ് ഔട്ട്. ഒന്നിനും നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. അവൻ നമ്മെ അടുത്തറിയുവാൻ ആഗ്രഹിക്കുക. തിരിച്ച് നമ്മിൽ നിന്ന് അവൻ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് അവന് നല്ല പ്ലാനുണ്ട്. അതുകൊണ്ട് ദൈവം എപ്പോഴും ലൈഫ് ഫിൽഡ് വേർഡ്സാണ് നമ്മോട് സംസാരിക്കുന്നത്. അത് പ്രൊവിഷൻ, പ്രിസർവേഷൻ ആൻഡ് പ്രോസ്പെറിറ്റി ഇതെല്ലാം നമ്മുടെ മേൽ കൊണ്ടുവരുന്ന വാക്കുകളാണ്. പ്രൈസ് ദ ലോർഡ്. ബൈബിളിൽ നമ്മൾ ഒത്തിരി വചനങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം, ആ വചനങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഒരു കംഫർട്ട് ഇല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് അനേക വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പേർ പറയുന്നവർ ആങ്ഷ്യസായിട്ട് ജീവിക്കുന്നു? ഞാൻ പറയാം, അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ വചനം അതിവേഗം മൂടുന്നതാണ്. ഞാൻ പറയാം, നമ്മൾ ലോകത്തിൻ്റെ ഒരു കണക്ക് ഞാൻ എവിടെയോ എഴുതിയിരിക്കുന്ന വായിച്ചിട്ടുണ്ട്. ബൈബിള് ഡെയിലി വായിക്കുന്നത് 20% ഓഫ് ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ശൂന്യതയിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ വാക്കുകളും ഫ്രണ്ട്സിൻ്റെ വാക്കുകൾ, മീഡിയയിൽ നിന്ന് വരുന്ന വാക്കുകൾ, അതെല്ലാം മനുഷ്യരുടെ മനസ്സിനകത്ത് കയറി സ്ഥാനം പിടിച്ചിട്ട് ഇതൊക്കെ അവരുടെ ഭാവിയെ നിശ്ചയിക്കുന്നതായിട്ട് തീരും. ഗലാത്യർ 6:7 നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. നമ്മൾ വിതയ്ക്കുന്ന വാക്കുകൾ ക്രിറ്റിസിസത്തിൻ്റെയും അസംതൃപ്തിയുടെയുമൊക്കെ വാക്കുകളാണോ? പ്രൈസ് ഗോഡ്.
ജീവനവും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. മരണം കൊണ്ടുവരുന്ന വിത്തുകൾ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നവരുടെ ചെവിയിൽ നിന്ന് അവരുടെ ആ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും എല്ലാം ഒഴുക്കിക്കളയും. എന്നാൽ ലൈഫ് പ്രൊഡ്യൂസിങ് സീഡ്സ് ഉണ്ടല്ലോ, ആ വാക്കുകൾ കേൾവിക്കാരിൽ ഒരാത്മധൈര്യം വളർത്തും. നമുക്കറിയാം, പാവയ്ക്കയുടെ വിത്തിട്ടാൽ പാവൽ കിട്ടും, അതെന്ന് പാവയ്ക്ക കിട്ടും. സീഡ്സ് പ്രൊഡ്യൂസ് ആഫ്റ്റർ ദെയർ ഓൺ കൈൻഡ്. അപ്പം നല്ല സീഡ്സ് നല്ല ബ്ലൂംസ് കൊണ്ടുവരും, നല്ല ഫ്രൂട്ട്സ് കൊണ്ടുവരും. എന്നാൽ ബാഡ് സീഡ്സ് കൊണ്ടുവരുന്നതെല്ലാം കളകള. അതുകൊണ്ട് നമ്മൾ എന്ത് കേൾക്കുന്നോ ആ കേൾക്കുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യും, അല്ലേ? അത് പെട്ടെന്നൊന്നും മറന്നു പോകത്തില്ല. അതായത് നമ്മുടെ ഉള്ളിലൊരു ഇൻറ്റേർണൽ കോൺവെർസേഷൻ, ഒരു സെൽഫ് ടോക്കായിട്ട് നടക്കും. നാം അതിലങ്ങ് അൺകോൺഷ്യസ് ആയിട്ടാണെങ്കിലും അങ്ങ് എൻഗേജ്ഡ് ആകും. ദൈവമക്കളെ, വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി നാം നമ്മോട് തന്നെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തന്നെയുമല്ല, നമ്മുടെ വാക്കുകൾ നമ്മുടെ സ്വഭാവത്തെ വെളിവാക്കുന്നു. സദൃശവാക്യങ്ങൾ 23:27 വാക്യങ്ങൾ, പ്രോവേർബ്സ് ചാപ്റ്റർ 23 വേഴ്സ് 7 ഇങ്ങനെ പറയുന്നു: അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. ആ വാക്ക് മാത്രമേ, ആ ഒരു സെൻറ്റൻസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് നമ്മുടെ സ്വഭാവങ്ങളുടെ പ്രഡിക്ഷൻസാണ് വാക്കുകൾ. അപ്പം നെഗറ്റീവ് ഔട്ട്കംസ് ഒരിക്കലും നമ്മിൽ നിന്ന് വരുവാനിടയാകരുത്. നെഗറ്റീവ് വാക്കുകൾ നമ്മിൽ നിന്ന് വരുവാനിടയാകരുത്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൽ നാം കണക്ക് കൂട്ടുന്നത് പോലെ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 8 ഇങ്ങനെ പറയുന്നുണ്ട്: ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചോളിൻ. അപ്പോൾ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ ട്രൂ ആയിരിക്കണം, നോബിൾ, റൈറ്റ്, പ്യുവർ, ലവ്ലി ആൻഡ് ഹോണറബിളായിട്ടുള്ള വാക്കുകൾ ആയിരിക്കണം. ചിന്താമണ്ഡലത്തെ സൂക്ഷിക്കുക. അസത്യമായത് എവിടെ നിന്നെങ്കിലും കേട്ടാൽ, അസൂയയും പിണക്കവും നമ്മിൽ ജനിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ടാൽ, നാം ഒരിക്കലും അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കരുത്. നിന്നാൽ അത് നമ്മുടെ ആത്മീയ വളർച്ചയെ ശരിക്കും ബാധിക്കും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും നമുക്ക് ആ സിറ്റുവേഷൻ്റെ മേൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് നമ്മെ തന്നെ കാണുവാൻ നമുക്ക് കഴിയണം. നമുക്ക് ഒരു നല്ല ഫ്യൂച്ചർ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ക്രോൾ ചെയ്യുക, അല്ലേ? പിന്നെ വാക്ക് ചെയ്യും, പിന്നെ റൺ ചെയ്യും. അപ്പം നമ്മുടെ ബിഹേവിയറിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഭാവി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ 3 സ്റ്റേജ് ക്രോൾ, വാക്ക്, റൺ, ആ ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ ജീവിതത്തിൽ കാണണം. ഈ ക്രോൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൽ നമ്മൾ അറിയുക ദൈവത്തിൻ്റെ സ്നേഹത്തെയും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനിനെക്കുറിച്ചൊക്കെ നാം അറിയുക. പുതിയ നിയമത്തിലെ
ആദ്യത്തെ 4 ബുക്ക്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അല്ലേ? 4 ബുക്സ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. ഹല്ലേലൂയ. അതിനകത്ത് യേശു കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു കർത്താവിൽ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയവും കാണാൻ പറ്റും. അടുത്തതാണ് വോക്ക് സ്റ്റേജ്. വോക്ക് സ്റ്റേജിൽ ദൈവത്തിൻ്റെ വചനം നാം ആരാണ് എന്ന് പറയുന്നു. എന്തൊക്കെ ചെയ്യാനായിട്ടാണ് ദൈവം നമ്മെ എംപവർ ചെയ്യുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ ആക്ഷൻസ് ആദ്യത്തെ 4 പുസ്തകത്തിൽ നാം കാണുന്നു. എന്നാൽ യേശുവിൽ നാം കാണുന്നത് ദൈവം നാം എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് കാണാനായിട്ട് പറ്റും. നമ്മൾ ശക്തി ധരിക്കുന്നവരായിത്തീരണം, നമ്മൾ വിശ്വാസമുള്ളവരായിത്തീരണം, നമ്മളൊരു ഓവർകമ്മറായിത്തീരണം, നമ്മളൊരു പ്രോഗ്രസ് ഉണ്ടാകണം, നമ്മൾ ജയം പ്രാപിക്കുന്നവരായിത്തീരണം. അങ്ങനെ നമ്മൾ ആ റൺ സ്റ്റേജിലേക്ക് പോകണം. റൺ സ്റ്റേജിൽ ആക്ഷൻ പ്ലാനിൻ്റെ ഒരു എക്സിക്യൂഷന്, അതായത് നാം ആഗ്രഹിക്കുന്ന ഭാവിയിലേക്ക് നാം എത്തിച്ചേരുക. അതിന് നമുക്കൊരു ലക്ഷ്യബോധം വേണം. ഓരോ സ്റ്റെപ്പിൽ കൂടെ നാം കടന്ന് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു ആക്ഷൻ പ്ലാന് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം വായിപ്പാൻ, മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് ജീവിപ്പാൻ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു ഫ്യൂച്ചർ പ്ലാനിൽ കൂടെ ഞങ്ങളെ ജീവിച്ച് എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.